ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഇന്നത്തെ ദിവസത്തെ 12ാമത്തെ പടിയിലേക്ക് പോകാം. ഞാനൊരു അമിത മദ്യപാനാസക്തനാണ്. ഈശ്വര അനുഗ്രഹത്താലും ഏകസഹായത്താലും ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ ഒരു തമ്പി. ഹായ് തമ്പി സാറേ. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 11ാമത്തെ പടിയിൽ വരെയാണ് എത്തിയത്. ബിഗ് ബുക്കിൽ 11th സ്റ്റെപ്പ് പ്രെയർ ഞാൻ പറഞ്ഞ് നിങ്ങളോട് മനസ്സിലാക്കി തന്നിരുന്നു. പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകുന്നത് 11ാമത്തെ പടി പ്രെയറിനെ കുറിച്ചൊരു പലർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. 12 പടികളും 12 പാരമ്പര്യങ്ങളിലും കാണുന്ന പ്രെയറാണ് 12ാമത്തെ പടി പ്രെയർ എന്നുള്ള ഒരു ധാരണ. പക്ഷെ അത് 12ാമത്തെ പടിയിലുള്ള ഒരു പ്രെയർ ആയിട്ട് ഞാൻ അതിനകത്ത് തെറ്റായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ പ്രെയറിലേക്കും കൂടെ ഒന്ന് പോയിട്ട് നമുക്ക് 12ാമത്തെ പടിയിലേക്ക് വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 11ാമത്തെ പടിയില് പ്രാർത്ഥനാ ധ്യാന എന്നിവയിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവവുമായി സമ്പർക്കം ദൃഢമാക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ദൈവഹിതം എന്തെന്നറിയാനും അത് നടത്തി കിട്ടുവാൻ വേണ്ട ശക്തി തരുവാനും മാത്രം പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദൈവഹിതം, ഗോഡ്സ് വിൽ, ദൈവഹിതം എന്താണ്, നമുക്കെന്നുള്ള ദൈവഹിതം എന്താണ്? ദാറ്റ് ഈസ് ഐ ഹാവ് ടു റിമെയിൻ സോബർ. ഞാൻ മദ്യപിക്കാതിരിക്കുക, മറ്റു മദ്യപാനികളെ സഹായിക്കുക. ഇതാണ് എന്നെ കുറിച്ചുള്ള ദൈവഹിതം. ഈ പ്രവർത്തികൾ ഞാൻ നടത്തുമ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള മറ്റുള്ള ഏരിയകളിലും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടന്നോളും. അതുകൊണ്ട് ഇത് മാത്രം ചെയ്തുകൊണ്ട് വെറുതെ പ്രവർത്തനമായിട്ട് നടക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. പ്രവർത്തനത്തിൽ കർമ്മനിരതരമായിട്ടുള്ള ഒരു ഡെയിലി ബേസിസിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. പക്ഷെ എൻ്റെ പ്രാഥമികമായ ഉദ്ദേശം നമ്മളെല്ലാം മുഖവരയിലും വായിക്കുന്ന നമ്മുടെ പ്രാഥമികമായി നമ്മൾ മദ്യപിക്കാതിരിക്കുകയും മറ്റ് മദ്യപാനികളെ സഹായിക്കുകയും. ദാറ്റ് ഈസ് അവർ പ്രൈമറി പർപ്പസ്, അല്ലെങ്കിൽ അവർ സിംഗിൾനെസ് ഓഫ് പർപ്പസ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മളപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു പ്രാർത്ഥനാ ധ്യാനത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ അതിനകത്ത് 11ാമത്തെ പടിയില് 98ാമത്തെ പേജിലുള്ള 98, 99 പേജിലാണ് ഇതിനെക്കുറിച്ചൊരു അത്ര ബ്രീഫായിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് ഞാൻ 12ാമത്തെ പടിയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഈ പ്രാർത്ഥനയും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതിന്റെ ആവശ്യകതകളും എന്താണ്. അതിനകത്ത് 98ാമത്തെ പേജിൽ നൂറ്റാണ്ടുകളിലൂടെ ധ്യാനത്തിന്റെയും പ്രാർത്ഥനയുടെ യഥാർത്ഥമായ അനുഭവം തീർച്ചയായും അതിബൃഹത്താണ്. ലോകത്തിലെ വായനശാലകളും ആരാധനാ കേന്ദ്രങ്ങളും ഒക്കെ എല്ലാ അന്വേഷികൾക്കും അറിവിന്റെ ഖനിയാണ്. ധ്യാനത്തിന് ഊന്നൽ കൊടുക്കുന്ന മതപരമായ ബന്ധമുള്ള എല്ലാ ഏയകളും മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഭക്തിമാർഗത്തിന്റെ പരിശീലനത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. പക്ഷെ എങ്ങനെ തുടങ്ങണമെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഭാഗ്യം കെട്ടാൻ നമ്മെ കൊല്ലുവരുടെ കാര്യമുണ്ടോ? അപ്പൊ പ്രെയർ ആൻഡ് മെഡിറ്റേഷൻ എന്നുള്ളത് ഈ 20ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു കാര്യമൊന്നുമല്ല. നൂറ്റാണ്ടുകളും മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് മനുഷ്യൻ ജീവിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നും നമുക്കൊരു അത്ഭുതപ്പെടുത്തുന്നതല്ലേ നമ്മുടെ മുമ്പിലുള്ള, നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലുള്ള ശരിക്കും പറഞ്ഞിട്ടുള്ള ഈ ടെക്സ്റ്റുകൾ എഴുതപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഒരു അഭിമാനത്തിനൊരു വകയാണ്. വേദങ്ങൾ, കടലാസില്ല, പ്രിന്റിംഗ് മെഷീൻ ഇല്ല. ആ കാലത്ത് ഉണ്ടായിട്ടുള്ള വേദങ്ങള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ശങ്കരകൃതികള്, ശ്രീമദ് ഭാഗവതം പോലും ഒരു ചെറിയ സമ്പൂർണമായിട്ടുള്ള ടെക്സ്റ്റിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് പറയുന്നത്. ശ്രീമദ് ഭാഗവതം തന്നെ എത്രയോ പേജുള്ള വലിയൊരു ബുക്കാണ്. അപ്പൊ അതൊക്കെ അറിവിന്റെ വെളിച്ചമുള്ള ഒരുപാട് ലൈബ്രറികൾ നമ്മുടെ ഈ ലോകത്തിലുണ്ട്. നമ്മൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളതിനെ ഉപയോഗിക്കണം. കഴിയുന്നിടത്തോളം ഏതെങ്കിലും ബുക്കുകളും ഈ പ്രെയർ ആൻഡ് മെഡിറ്റേഷൻ എന്നുള്ള ഇതിലുള്ള അവരവരുടെ ഇഷ്ടത്തിനുള്ള ഏത് മതത്തിലുമാണെങ്കിലും ഉപയോഗിക്കുക. അതിനെ അങ്ങനെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിന്റെ പ്രാർത്ഥന ധ്യാനം, ഈ ധ്യാനാവസ്ഥ എന്നൊക്കെ പറയുന്നത് വളരെ ലളിതമായിട്ട് എടുക്കാൻ കണ്ടുകൂടാ. നമ്മൾ കണ്ണടച്ചിരുന്ന് ഇരിക്കുന്ന ആയിട്ടൊന്നും ധ്യാനം എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ അറിവ് നേടാനുണ്ട്. അതിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ആവശ്യമാണ്. അതിനായിട്ടൊരു സ്പോൺസറുടെ സഹായം, അല്ലെങ്കിൽ ഇനിയിപ്പോ സ്പിരിച്വൽ ആയിട്ടുള്ളതിന് പല സ്പിരിച്വൽ സ്പോൺസർ എടുക്കാറുണ്ട്, ഒരു മെന്റർ എന്നുള്ള രീതിയിൽ. ആത്മീയ യാത്രയിൽ കുറച്ചുകൂടെ ഒരു ഇരുത്തം വന്ന ഒരാളുടെ സഹായം, ഒരു മദ്യപാനി ആവണമെന്നില്ല, ഒരുപക്ഷെ ഒരു പുരോഹിതനാവാം, ഒരു സ്വാമിയാവാം, അല്ലെങ്കിൽ ഒരു ഗുരുവാവാം, ഒരു തുല്യനായിട്ടുള്ള ആളുകളാവാം. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ജീവിതം, നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ല, വൺസ് ദ സ്റ്റുഡന്റ് ഈസ് റെഡി ദ മാസ്റ്റർ വിൽ അപ്പിയർ. നമ്മൾ ശിഷ്യൻ തയ്യാറാകുമ്പോൾ ഗുരു
പ്രത്യക്ഷപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. എന്നതുപോലെ തന്നെ ഈ കാര്യത്തിൽ ഒരു ഒരു താല്പര്യം നമുക്കുണ്ടായിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ റിക്കവറി നന്നായിട്ട് പോകും. അപ്പൊ മതപരമായുള്ള എല്ലാ ഏകളും മുമ്പൊരിക്കുന്ന എല്ലാവിധം ഭക്തി മാർഗത്തിന്റെ പരിശീലനം, ഭക്തി മാർഗം പുതിയൊരു ഏടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഭക്തി മാർഗത്തിൽ കൂടി ഇങ്ങനെയുള്ള ജീവിതം ജീവിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പ്രാർത്ഥന ധ്യാനത്തിൽ കൂടി നമുക്ക് വളരാൻ പറ്റൂ. അപ്പൊ അതിന്റെ അടുത്ത പാരഗ്രാഫ് എന്തായാലും നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ആദ്യം സത്യമായി മികച്ച ഒരു പ്രാർത്ഥന നമുക്ക് എടുത്തു നോക്കാം. നമുക്ക് അധികം അന്വേഷിക്കേണ്ടി വരില്ല. എല്ലാ മതങ്ങളിലെയും മഹാന്മാരായ സ്ത്രീകളും പുരുഷന്മാരും നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. അവ ഇവിടെ കാലാധിപത്യായ ഒരെണ്ണം നമുക്ക് എടുത്തു. ഒരു പ്രയർ, ഒരുപാട് പ്രയറുകൾ നമുക്ക് ഈ ഭാരത സംസ്കാരത്തിൽ തന്നെ ഉണ്ട്. സ്വാമി വിവേകാനന്ദന്റെ ഉണ്ട്, രാമകൃഷ്ണ പരമഹംസന്റെ, രമണ മഹർഷി ഈ നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ് രമണ മഹർഷി. അങ്ങനെ എത്രയോ, ചിന്മയാനന്ദ സ്വാമി, നമ്മുടെ ക്രിസ്ത്യൻ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള നമ്മുടെ ചവറാച്ചൻ, അൽഫോൻസാമ്മ, എവുപ്രാസിയമ്മ, ഇസ്ലാമില് ഒരുപാട് അത്ഭുതങ്ങൾ ഒരുപാടുള്ള ടെക്സ്റ്റുകൾ ഇസ്ലാമിൽ എഴുതിയിട്ടുണ്ട്. ഒരാരും തീവ്രവാദികളൊന്നുമല്ല. തീർച്ചയായും പ്രാർത്ഥന, ധ്യാനം എന്നതിനെ കുറിച്ച് ധാരാളം ടെക്സ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തി നോക്കി അതിനൊക്കെ ഒന്ന് തൊട്ട് തലോടി പോകുന്നു തീർച്ചയായിട്ടും പ്രയോജനപ്രദമായി. അതിനകത്ത് ഒരു പ്രയറിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ കുറേയേറെ നൂറ്റാണ്ടുകളായി 99-ാമത്തെ പേജില് വിശുദ്ധൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരാള് ഇതിന്റെ എഴുത്തുകാരൻ. ഈ വസ്തുകാരന് നമ്മൾ ഒരു ചായവോ ഭയമോ പ്രകടിപ്പിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ അയാൾ ഒരു മദ്യപാനി അല്ലെങ്കിലും നമ്മെ പോലെ വൈകാരികമായ പിരിമുറുക്കത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. വേദനാജനകമായ അനുഭവത്തിന്റെ അങ്ങേ വശത്തൂടെ അദ്ദേഹം പുറത്തു വന്നപ്പോൾ അപ്പോൾ തനിക്ക് കാണാൻ അനുഭവിക്കാൻ കഴിഞ്ഞതിന്റെ ഈ ഫലം എന്തായി തീരണമെന്ന് തന്റെ ആഗ്രഹത്തിന്റെയും പ്രകടനം ഈ പ്രാർത്ഥനയായിരുന്നു. ആ വിശുദ്ധൻ എന്നുള്ളത് ഒരു സെയിന്റ് കത്തോലിക്ക സഭ കൊടുത്തിരിക്കുന്നതാണ്, ഫ്രാൻസിസ് ഓഫ് അസീസി. അദ്ദേഹത്തിന്റെയാണ് ഈ പ്രയർ. അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാവർക്കും അറിയാം. സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ പ്രാർത്ഥനയാണ്, സമാധാനത്തിന്റെ പ്രാർത്ഥന എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പൊ സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി ഒരു മദ്യപാനി ഒന്നും ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ട്രാൻസ്ഫോർമേഷനിൽ കൂടി അദ്ദേഹം വിശുദ്ധനായി മാറിയ ഒരാളാണ്. ഏറ്റവും അതിനകത്ത് പുള്ളി ശീലിച്ചു വന്നത് ദാരിദ്ര്യമാണ്, പോവർട്ടി. ഏറ്റവും പാവപ്പെട്ടവനെ പോലെ ജീവിച്ചിരുന്നു, നിഷ്പാതകനായിട്ട്, ചെരുപ്പിടാതൊന്നും. അദ്ദേഹത്തിന്റെ പിൻഗാമികളാണ് ഈ കപ്പൂച്ചൻ അച്ഛന്മാരെ നമുക്ക് അറിയാം, കാപ്പിപ്പൊടി അച്ഛന്മാരെന്നൊക്കെ പറയാറില്ലേ, കപ്പൂച്ചൻസ്. ഒരു ചെരുപ്പ്, ശരിക്കുള്ള കപ്പൂച്ചൻസ് ചെരുപ്പൊന്നും നടത്തില്ല. അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ആഹാരം മാത്രം കഴിക്കും. ഒരു പ്രാർത്ഥനയിലും ധ്യാനത്തിലും ജീവിക്കുന്ന ഒരു സമൂഹമാണ് അവരുടെ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്, ദൈവമേ അങ്ങയുടെ സമാധാനത്തിന്റെ മാർഗമായി എന്നെ മാറ്റണം. വളരെ ലളിതമായിട്ടുള്ള ഭാഷയാണ്. ഇതിനകത്ത് ഒരു വിശദീകരണത്തിന്റെ ഒരു ആവശ്യമില്ല, വായിച്ചു പോകുന്നു. വിദ്വേഷമുള്ളിടത്ത് ഞാൻ സ്നേഹമാകാനാകട്ടെ, വിദ്വേഷമുള്ളിടത്ത് ഞാൻ സ്നേഹമാണ്. നമ്മുടെ 4-ാമത്തെ പടിയിൽ നിന്നുള്ള ഒരു റിസൾട്ടാണ്. വിദ്വേഷത്തിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് വിദ്വേഷം മാറ്റിയിട്ട് ഇവിടെ ഞാൻ സ്നേഹവാഹകനാകട്ടെ, തെറ്റുള്ളിടത്ത് മാപ്പിന്റെ വാഹകനാകട്ടെ, ഭിന്നതകളിടത്ത് ഞാൻ ഐക്യത്തിന്റെ വാഹകനാകട്ടെ, തെറ്റിദ്ധാരണ ഉള്ളിടത്ത് ഞാൻ സത്യത്തിന്റെ വാഹകനാകട്ടെ, സന്ദേഹമുള്ളിടത്ത് ഞാൻ വിശ്വാസത്തിന്റെ വാഹകനാകട്ടെ, നിരാശയുള്ളിടത്ത് ഞാൻ പ്രകാശത്തിന്റെ വാഹകനാകട്ടെ, നിഴലുകളുള്ളിടത്ത് ഞാൻ പ്രകാശത്തിന്റെ വാഹകനാകട്ടെ, ദുഃഖമുള്ളിടത്ത് ഞാൻ സന്തോഷവാഹകനാകട്ടെ. ദൈവമേ, ആശ്വസിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കാനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കാനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാനും ഉള്ള അന്വേഷണം എന്നെ അനുവദിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വയം മറക്കുന്നതിലെയാണ് ഒരുവൻ കണ്ടെത്തുന്നത്, ക്ഷമിക്കുന്നതിലെയാണ് ഒരുവൻ ക്ഷമിക്കപ്പെടുന്നത്, മരണത്തിലൂടെയാണ് ഒരുവൻ ശാശ്വത ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതങ്ങനെ തന്നെയായിരിക്കും. എത്ര ഗംഭീരമായിട്ടുള്ളൊരു പ്രാർത്ഥന. നമ്മുടെ 12 പടി പ്രോഗ്രാമായിട്ട് ഒരുപാട് അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഈ പ്രയറിലുണ്ട്. എന്താണ്? സ്വയം മറക്കുന്നതിലൂടെയാണ് ഒരുവൻ കണ്ടെത്തുന്നത്. അതിന്റെ അവസാന ഭാഗത്തിൽ നിന്ന് സ്വയം മറക്കുന്നതിലൂടെ എന്നിലുള്ള ഞാൻ എന്നുള്ള ഭാവം, ആ ഭാവത്തിനെ ഞാൻ ഉപേക്ഷിക്കണം. നമ്മുടെ ഭാഷയിലുള്ള ഒരു വ്യാഖ്യാനം ഞാൻ കേട്ടതിൽ നിങ്ങളോട് പങ്കുവെക്കുന്നതാണ്. ഞാൻ എന്നിലുള്ള ആ സെൽഫ് ഇമ്പോർട്ടൻസ്, ഞാൻ എന്നുള്ള സെൽഫ്, അല്ലെങ്കിൽ ആ ഈഗോയെ ഞാൻ ഉപേക്ഷിക്കുന്നതിലൂടെയാണ് ഞാൻ എന്നെ കണ്ടെത്തുന്നത്. എന്റെ യഥാർത്ഥമായിട്ടുള്ള രൂപം കണ്ടെത്തണമെങ്കിൽ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന അഹം അല്ലെങ്കിൽ ഈഗോയെ ആ ഈഗോയുടെ മുഖംമൂടി ഞാൻ പൊളിച്ചു കളഞ്ഞാലാണ് എന്റെ ശരിയായിട്ടുള്ള രൂപം എനിക്ക് കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ക്ഷമിക്കുന്നതിലൂടെയാണ് ഞാൻ ക്ഷമിക്കപ്പെടുന്നത്. ഞാൻ ക്ഷമിച്ചാലാണ് എന്നോടും ക്ഷമിക്കുകയുള്ളൂ.
അല്ലാതെ ഞാൻ എല്ലാവരോടും എന്നോട് എല്ലാവരോടും ക്ഷമിക്കണം, ഞാൻ ആരോടും ക്ഷമിക്കില്ല എന്നുള്ളൊരു പറ്റത്തില്ല. മരണത്തിലൂടെയാണ് ഒരുവൻ ശാശ്വത ജീവിതത്തിലേക്ക് ഉണരുന്നത്. മരണം എന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ ഡെത്ത് ആവണമെന്നില്ല. ഞാൻ എന്നെ തന്നെ, എന്നിലെ ഞാനൊരു വ്യക്തി, ഞാൻ ദീർഘകാലം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ ഞാൻ അതിനൊരു സംസ്കാരം ഞാൻ നടത്തുകയാണ്. ഇനി ആ മനുഷ്യന് ഉണരില്ല. ഏകദിന പരിപാടി, 1 day at a time. ആ വ്യക്തിത്വത്തെ ഞാൻ ഇനി ഉണരാൻ അനുവദിക്കത്തില്ല. കാരണം അവൻ ഇനി ഉണർന്നാൽ വീണ്ടും എന്റെ ജീവിതം നാശത്തിലേക്ക് കൊടുക്കും. അപ്പൊ ഇതിൽ 2 രീതിയിലും കാണാം. നമ്മുടെ മരണത്തിൽ കൂടി നമ്മളൊരു പുതിയൊരു ജീവിതത്തിലെ, അത് നമുക്കറിയത്തില്ല, മരണത്തിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആർക്കറിയത്തില്ല. പക്ഷെ ജീവിച്ചിരുന്നുകൊണ്ട് എന്നിലെ ഞാൻ എന്നുള്ള ഭാവത്തിനെ കുഴിച്ചു മൂടിയതിനു ശേഷം പുതിയൊരു ജീവിതത്തിലേക്ക് പോകാനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളായ നമുക്കൊരു സാധ്യത തരികയാണ്. ഒരു വാക്കൂടെ വാചിട്ട് അതിന്റെ അടുത്ത പാരഗ്രാഫിൽ, ധ്യാനത്തിലെ പ്രാരംഭക്കാർ എന്നുള്ള ഈ പ്രാർത്ഥന പല പ്രാവശ്യം വളരെ സാവധാനത്തിൽ ഓരോ വാക്കും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പുനർവായന നടത്തുകയും ഓരോ ആശയത്തിന്റെയും പ്രയോഗത്തിന്റെയും അഗാധമായ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ പ്രാർത്ഥന എന്താണ്? നമ്മളെ സംബന്ധിച്ചോളം ഒരു ദൈനംദിന പ്രക്രിയയിൽ കൂടി നമ്മൾ പോകേണ്ടതിന്റെ ആവശ്യം ഇവിടെ ഊന്നി പറയാം. ഈ പ്രാർത്ഥന നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഡെയിലി. അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയാണ്. അപ്പൊ ആ അർത്ഥം മനസ്സിലാക്കാൻ നമുക്കൊരു സ്പോൺസർ ഉണ്ടായിരിക്കും. എവിടെയെങ്കിലും ഒരു സംശയം തോന്നാലോ, അല്ലെങ്കിൽ സംശയം തോന്നാനല്ല, നമുക്കൊരു വി നീഡ് എ സ്പോൺസർ. അങ്ങനെ ഒരു സ്റ്റേ കണക്റ്റഡ്, നമ്മൾ കുശലം പറയാനായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധമല്ല നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. നമ്മളോട് സ്വന്തം സഹചര്യമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ നമുക്കുണ്ടായിരിക്കും. മനസ്സ് തുറന്ന് പങ്കുവയ്ക്കാൻ സാധിക്കും. അങ്ങനെ പോയാൽ നമുക്ക് ഈ നമ്മുടേതായിട്ടുള്ള നമുക്കൊരു ഒരു 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 ജീവിത രീതിയാണ്, ഒരു ജീവന കലയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടി. ഒരു മാർഗരേഖ അല്ലെങ്കിൽ ഒരു ലൈഫ് ലൈൻ. അതിനകത്ത് ആ പ്രോസസ്സിൽ നമുക്ക് മാറിയിരിക്കാൻ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഇതുമില്ല. അതിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ നമ്മുടെ റിക്കവറി യാത്ര മദ്യപിക്കാതെയൊക്കെ പോവാം. അപ്പൊ അത് ഓരോരുടെ, ഞാൻ പറഞ്ഞില്ല, എത്രമാത്രം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നോ, എത്രമാത്രം ആഴങ്ങളിലേക്ക് കുഴിച്ചു പോകുന്നു, അത്രമാത്രം മുട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അത് ഓരോരുടെ ആഗ്രഹമാണ്. ഇവിടെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണോ, വെള്ളത്തിന് താഴെ പോയിട്ട് പൊങ്ങിയെടുത്തുകൊണ്ട് മുത്തുകൾ വാരി എടുത്തുകൊണ്ട് എന്നൊക്കെ ഉള്ളത് ഒരു സാഹിത്യ ഭാഷയിൽ ഞാൻ പറയുന്നുള്ളൂ. എത്രമാത്രം നമ്മൾ